നല്ല മണം അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, ഞാനുണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഒരു 1/4 കിലോളം ചൂരമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ മീനിലേക്കും എത്തുന്ന രീതിയിൽ ഈ ഒരു മസാല നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഉപ്പും പുളിയൊന്നും എല്ലാ മീനുകളിലേക്ക് എത്തില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകാണ്. ഇതൊക്കെ നമുക്ക് നല്ല ചെറുതാക്കിയതായി ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. പലർക്കും അറിയില്ല, ഈ മീനച്ചാറിലൊക്കെ ഈ ഒരു ചെറിയ ഉള്ളി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, മീനിൻ്റെ പീസ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ പീസ് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ഇതേപോലെ ചെറുതാക്കി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് നമ്മുടെ നല്ലെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം, പക്ഷേ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ അത് അധികം നാൾ കേട് കൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിലേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം ഈ ഒരു മീൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എടുത്തിട്ട് നമുക്കൊരു കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. ഈ മീനിൻ്റെ നെയ്യൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സമയമാണ് കേട്ടോ നമുക്ക് മറിച്ചിടാനായിട്ടുള്ള ഒരു പാകം. അപ്പോൾ മറിച്ചും തിരിച്ചുവിട്ട് എല്ലാ ഭാഗവും നല്ലതായിട്ട് വേകുന്ന രീതിയിൽ നമുക്കിതേപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇനി ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ സെക്കൻഡ് ബാച്ചും ഞാൻ ഇതേപോലെ മീനുകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ബാച്ച് മീനും ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അതേപോലെ ഗ്യാസ്, അസിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കും. പിന്നെ വന്നിട്ട് നന്നായിട്ട് ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴേക്കും അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പരുവം ആവുന്നതോടെ വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പൊടിക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ഒന്ന് വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാമേ. വിനാഗിരി സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ചേർക്കുന്നതിന് ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല പുളി ഇത്തിരി കൂടി നിൽക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കിലോളം മീനാണല്ലോ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് കായപ്പൊടിയാണ്, ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാവേ. പിന്നെ ചിലർക്കൊക്കെ ഡ്രൈ ആയിട്ടായിരിക്കും ഇഷ്ടം, എനിക്ക് പക്ഷേ കുറച്ച് ലൂസായിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒരിക്കലും നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്, പെട്ടെന്ന് ഇത് ചീത്തയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു പാകത്തിനനുസരിച്ചുള്ള ചൂടുവെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്രഷ് ആയിട്ടുള്ള 1 പിടി കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, ഈ ഒരു സമയമാണ് കേട്ടോ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഒരു കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് ആ ചൂടത്തെ നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ ഇതേപോലെ തിളപ്പിച്ചുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ എണ്ണയിട്ട് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് ഈ കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അച്ചാറിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞും പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചടപടയെന്നെല്ലാം തീർക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.